ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊള്ളിയും ചാളയും തൃശ്ശൂർ സ്റ്റൈൽ ഇട്ട് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെക്കാട്ട് കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് വന്നിട്ട് ഞാൻ 3/4 കിലോ ചാള നന്നാക്കി മുഴുവനോടെയാണ് ഇട്ടിട്ടുള്ളത്. അതൊരു ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പകുതി സബോള നൈസാക്കി അരിഞ്ഞിടുക, പിന്നെ 3 പച്ചമുളക് കീറിയിട്ടു, ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടു, ഒരു 3 കുടപ്പുളി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിരുമ്പിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഇത്രയ്ക്കും മതി വെള്ളം, ഇത്രയ്ക്കുന്നതൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3/4 കിലോ തന്നെ കൊള്ളിക്കിഴങ്ങ് നുറുക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെന്തതിന് ശേഷം കാണാം. നമ്മുടെ ചാള ഇവിടെ വെന്തിട്ടുണ്ട്, ഇത്രയ്ക്ക് മതി. ഇനി നമുക്ക് ഞാൻ കുടംപുളി ഇട്ടത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതുപോലെ ചാള എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. ചൂടാറുമ്പോൾ മുള്ള് കളഞ്ഞെടുക്കണം. അപ്പോൾ ചാള വെന്തതിന് ശേഷം അത് ഞാൻ ചാള എടുത്ത് മാറ്റിയിട്ട് മുള്ള് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കതേ. അതുപോലെ മുള്ള് കളഞ്ഞെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കൊള്ളിക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ കത്തിക്കണം. ഒന്ന് ഇതിലിരുന്നിട്ട് നമ്മുടെ കൊള്ളിക്കിഴങ്ങും ചാളയും കൂടി ഒന്ന് മിക്സ് ആവാനായിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുത്തി ചതച്ച മുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കും. ഈ ഉള്ളി മൂപ്പിച്ചതും കൂടി ഒഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക നമുക്ക്. എന്നിട്ടത് മൂത്തതിന് ശേഷം അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം നമുക്ക്. പതുക്കെ കുറച്ച് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഒടിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത് വാഴയിലയിലിട്ടിട്ടാ വാഴയിലൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ കൊള്ളിയും ചാളയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.